ചക്രവ്യൂഹ ഗ്ലോബൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ AMCA പ്രൊജക്റ്റിനെ പറ്റിയാവണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ അഭിമാനമായ AMCA പ്രൊജക്റ്റ് എന്താണ് എന്നറിയാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും നമുക്കിടയിലുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ടെക്നോളജി എന്തുമാത്രം വികസിച്ചുവെന്നും നമ്മുടെ ഭാവി സുരക്ഷിതത്വം നമ്മുടെ ഗവൺമെൻറ് എത്രത്തോളം ഗൗരവമായാണ് കണക്കാക്കുന്നതെന്നും ഈ പ്രൊജക്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ AMCA പ്രൊജക്റ്റിൻ്റെ ചരിത്രത്തിലേക്കും ഭാവിയിലേക്കും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ആത്മബലവും തന്നെയാണ് അതിൻ്റെ പ്രതിരോധശേഷി എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യ ആകാശരംഗത്തെ അതിൻ്റെ സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ അധ്യായം എഴുതുകയാണ്. ആ അധ്യായത്തിൻ്റെ പേരാണ് AMCA. AMCA എന്നാൽ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഒരു 5th ജനറേഷൻ യുദ്ധവിമാനമാണ്. ഇത് സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിക്കുന്ന ട്വിൻ എൻജിൻ സിംഗിൾ സീറ്റ് മൾട്ടി റോൾ ഫൈറ്ററായാണ് രൂപകൽപ്പന ചെയ്യുന്നത്. DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും സംയുക്തമായാണ് ഇത് വികസിപ്പിക്കുന്നത്. AMCAയുടെ ആശയം ആദ്യമായി ഉയർന്നത് 2010-ലാണ്. അതിനുശേഷം നിരവധി ഫീസിബിലിറ്റി സ്റ്റഡീസ്, വിൻഡ് ടണൽ ടെസ്റ്റ്, കമ്പ്യൂട്ടേഷണൽ സിമുലേഷൻ എന്നിവയൊക്കെ നടന്നു. 2013-2015 കാലഘട്ടത്തിൽ പ്രിലിമിനറി ഡിസൈൻ റിവ്യൂ നടന്നു. 2018-19 കാലഘട്ടത്തിൽ എയ്റോ ഇന്ത്യയിൽ AMCAയുടെ ആകൃതി മാതൃക ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചു. 2023-ൽ ഡിസൈൻ ഫ്രീസ് ചെയ്തു. ഈ ഡിസൈൻ ഫ്രീസ് ചെയ്തു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമുഖ രൂപകൽപ്പന അവസാനിപ്പിച്ചു എന്നാണ്. 2023-ലാണ് ഡിസൈൻ ഫ്രീസ് ചെയ്തത്. 2024-ൽ കേന്ദ്ര സർക്കാരിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഥവാ CCS 15,000 കോടിയുടെ നിക്ഷേപം അംഗീകരിച്ചു. ഇത് AMCAയുടെ ഫുൾ സ്കെയിൽ ഡെവലപ്മെൻറ്റിന് ഔദ്യോഗികമായി തിരിതെളിച്ചു കൊടുത്ത ഘട്ടമായി മാറി. AMCAയുടെ ആദ്യ പ്രോട്ടോടൈപ്പ് 2026-ൽ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ ടെസ്റ്റ് ഫ്ലൈറ്റ് 2027-28 കാലയളവിലും 2032ഓടെ പ്രൊഡക്ഷൻ റെഡി കോൺഫിഗറേഷനുള്ള ആദ്യ സ്ക്വാഡ്രൺ ഓപ്പറേഷനിലാകുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് AMCAയുടെ പ്രത്യേകതകളെപ്പറ്റി നോക്കാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് രൂപകൽപ്പന ചെയ്ത ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് സൂപ്പർസോണിക് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് AMCA. ആയുധങ്ങൾ വഹിക്കാനുള്ള ഇന്റേണൽ വെപ്പൺ ബേ, അത്യാധുനിക ഏവിയോണിക്സ്, കരുത്തുറ്റ പ്രകടനം, സൂപ്പർ ക്രൂയിസ് എന്നീ സവിശേഷതകൾ AMCAയ്ക്കുണ്ടാകും. ഇതിനൊപ്പം ലോയൽ വിങ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം ആളില്ലാ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെൻറ്ററായും ഇതിന് പ്രവർത്തിക്കാനാകും. ഇതിലെ പൈലറ്റ് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ നേരിടുന്ന പദ്ധതിയാണ് ലോയൽ വിങ്മാൻ. ഇതിനായി കാറ്റ്സ് വാരിയർ എന്നൊരു ഡ്രോൺ DRDOയും ADAയും ചേർന്ന് വികസിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെ സഹകരിപ്പിച്ചാകും AMCA പ്രൊജക്റ്റ് മുന്നോട്ട് പോവുക. പൂർണ്ണ തോതിലുള്ള പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ 5ാം തലമുറ വിമാനം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തും. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുള്ള യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈവശമുള്ളൂ. AMCA പ്രൊജക്റ്റിലൂടെ ഈ സ്ഥാനത്തെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. AMCA മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയ പ്രതീകമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ ഘടകങ്ങളും റഡാർ സിസ്റ്റംസ്, ഫ്ലൈറ്റ് കൺട്രോൾ, എൻജിൻ, സ്റ്റെൽത്ത് കോട്ടിംഗ്, വെപ്പൺ സിസ്റ്റംസ് ഗ്രാജുവലി രാജ്യത്ത് തന്നെ വികസിപ്പിക്കാനാണ് ലക്ഷ്യം. ടെക്നോളജി ലീപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതൊരു 5th ജനറേഷൻ സ്റ്റെൽത്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചേക്കുന്നത്. സെൻസർ ഫ്യൂഷനാണ്, സൂപ്പർ ക്രൂയിസ് കേപ്പബിലിറ്റി ഉണ്ട്, AI ബേസ്ഡ് ഏവിയോണിക്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AMCA ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് നോക്കാം. അയൽ രാജ്യങ്ങളുടെ ഭീഷണിക്ക് ഇന്ത്യ നൽകുന്ന സന്ദേശമാണ് ഇന്ത്യയുടെ AMCA. അമേരിക്കയുടെ F-35, ചൈനയുടെ J-20 പോലെയുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുള്ള മറുപടിയാണ് AMCA പ്രൊജക്റ്റ്. ആധുനിക ഉപകരണങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള AMCA AI സാങ്കേതികവിദ്യയിൽ പൈലറ്റിംഗ് സംവിധാനവുമുണ്ട്. ആയുധങ്ങൾ വഹിക്കാൻ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. ഇരട്ട എഞ്ചിൻ ജെറ്റ് ആയിരിക്കും എന്നതാണ് പ്രധാന പ്രത്യേകത. നൂതന ഏവിയോണിക്സ്, സെൻസർ, ഇൻ്റലിജൻസ് സംവിധാനം എന്നിവയുമുണ്ട്. നെറ്റ് സെൻട്രിക് വാർഫെയർ സംവിധാനങ്ങൾ മറ്റു വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയുമായി ബന്ധം പുലർത്താൻ സാധിക്കുന്നതാണ്. പ്രതിരോധ രംഗത്തെ കരുത്തരായ US-ഉം റഷ്യയും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത 6ാം തലമുറ J-36 യുദ്ധവിമാനങ്ങൾ 2024 ഡിസംബറിൽ ചൈന അവതരിപ്പിച്ചത് ആഗോളതലത്തിൽ ആശങ്ക ഉയർത്തിയിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഗൗരവത്തോടെ J-36 യുദ്ധവിമാനങ്ങളെ നോക്കിക്കാണുകയും ചെയ്തു. ഇന്ത്യക്കെതിരെ നീക്കമുണ്ടായാൽ ഉപയോഗിക്കേണ്ട വ്യോമതാവളങ്ങളിൽ ചൈന J-20 മൈറ്റി ഡ്രാഗൺ സ്റ്റെൽത്ത് ജെറ്റുകളും വിന്യസിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ J-35 സ്റ്റെൽത്ത് ജെറ്റുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയുമാണ്. ഈ സാഹചര്യത്തിൽ AMCA ഇന്ത്യക്ക് ശക്തമായ കവചമായി പ്രവർത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5ാം തലമുറ യുദ്ധവിമാനമായ AMCA ഇന്ത്യൻ വ്യോമശക്തിയുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനും വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ സുരക്ഷാ പ്രശ്നത്തിൽ ശക്തമായ മേധാവിത്വം നൽകുകയും ചെയ്യും.
ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾക്കും 1000 സൈനിക ഹൃദയങ്ങളുടെ സ്വപ്നങ്ങൾക്കുമിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ശക്തിയാണ് AMCA. ഇത് വെറുമൊരു യുദ്ധവിമാനം മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ പ്രതിജ്ഞയാണ്, നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും നിരന്തരമായ നവീകരണ ചിന്തയുടെയും ജീവസാക്ഷിയാണ്. ഇത് ഇന്ത്യയുടെ കാലമാണ്. ഇത് നമ്മുടെ ജാഗ്രതയുടെ ചക്രവ്യൂഹവും. ജയ് ഹിന്ദ്.